നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് മൂവ് ചെയ്യാം. ദാറ്റ് ഈസ് ദ ബയോ എഞ്ചിനീയറിംഗ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഫോർ ദ ഇൻഡസ്ട്രിയൽ പർപ്പസസ്. അപ്പോൾ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ബീയിങ്സിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ്. നമ്മൾ ഏത് ടൈപ്പ് എൻവയോൺമെൻറ്റ് എടുത്താലും in each of the environment they can sustain and they have a definite role. ഏത് ഇക്കോസിസ്റ്റത്തിലാണോ അവർ സർവൈവ് ചെയ്യുന്നത് അവിടെ ഒരു പ്രധാനപ്പെട്ട റോള് ഈ മൈക്രോ ഓർഗാനിസംസിനുണ്ട്. വൈ ദേ ആർ ഏബിൾ ടു ത്രൈവ് ഇൻ ഓൾ ദി ഡൈവേഴ്സ് കണ്ടീഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മെറ്റബോളിക് പ്രോസസ്സസിൻ്റെ ഡൈവേഴ്സിറ്റി തന്നെയാണ്. ഓക്കെ, സോ ഈവൻ ദോ ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണെങ്കിൽ പോലും they exhibit a wide range of metabolic processes inside their cell. അപ്പോൾ ഈ ഒരു മെറ്റബോളിക് പ്രോസസ് മൈക്രോബിയൽ മെറ്റബോളിസം ദാറ്റ് ഇസ് ടേക്കിംഗ് പ്ലേസ് ഇൻസൈഡ് ദിസ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ്, ഇത് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് there are many useful chemicals which are formed as a product or byproduct which are highly useful to us. അപ്പോൾ ഈ ഒരു മൈക്രോബിയൽ മെറ്റബോളിസം ഇറ്റ് yield several useful chemicals for the human beings. So these are all produced as a result or the byproduct of the microbial metabolism. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു പ്രോസസ്സ് നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് നമ്മളത് അനലൈസ് ചെയ്ത് യു ക്യാൻ മാനിപ്പുലേറ്റ് ആൻഡ് യു ക്യാൻ ക്രിയേറ്റ് എ കണ്ടീഷൻ സച്ച് ദാറ്റ് using these microorganisms we can produce these useful chemicals in very large quantity. ഈ മൈക്രോ ഓർഗാനിസംസിനെ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് വേണ്ട കെമിക്കൽസ് വളരെയധികം നമുക്ക് ആവശ്യമുള്ള അളവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ദിസ് ഏരിയ ദിസ് ഈസ് കോൾഡ് ആസ് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി. ദാറ്റ് മീൻസ് ഇതൊരു അപ്ലിക്കേഷൻ ഫീൽഡാണ്. We are applying the principles of microbiology, and here you are utilizing the microorganisms for the production of certain substances which are highly useful for human beings. വെറും പ്രൊഡക്ഷൻ അല്ല, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. ഓക്കെ, അത് കെമിക്കൽസ് ആയിരിക്കാം, മേ ബി എൻസൈംസ് ആവാം, അമിനോ ആസിഡ്സ് ആവാം, ഡ്രഗ്സ് ആവാം, ആൻറ്റിബയോട്ടിക്സ് ആവാം, വാക്സിൻസ് ആവാം, മേ ബി ഫുഡ് പ്രോഡക്ട്സ് പോലും ആവാം. സോ നമ്മൾക്ക് ആവശ്യമുള്ള കെമിക്കൽസ് വി ആർ പ്രൊഡ്യൂസിങ് ഇറ്റ് ഇൻ എ വെരി ലാർജ് ക്വാണ്ടിറ്റി യൂട്ടിലൈസിങ് ദി മൈക്രോബിയൽ മെറ്റബോളിസം ഓർ ബൈ എക്സ്പ്ലോയിറ്റിംഗ് ദി മൈക്രോബിയൽ മെറ്റബോളിസം. അപ്പോൾ ഇത് ചിലപ്പോൾ നാച്ചുറലി ഒക്കറിങ് മൈക്രോ ഓർഗാനിസംസ് ആയിരിക്കാം, ഓർ വി ആർ സെലക്റ്റീവ്ലി taking the mutants, laboratory selected mutants, or it may be even the genetically modified organisms. ഇതാണ് ഇപ്പോൾ ഒരു ബൂം വരുന്നത്. കാരണം നമ്മൾക്ക് ആവശ്യമുള്ള ജീൻസ് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള കെമിക്കൽസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും യൂസിങ് ദിസ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്. അപ്പോൾ ഇത് ഏതിനെ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവം, അതായത് മൈക്രോബിയൽ ഓർഗാനിസംസിനെ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് വേണ്ട പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പണ്ടുകാലം മുതലേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്, നോയിങ്ലി ഓർ അൺനോയിങ്ലി. കാരണം ഇപ്പോൾ നമ്മൾ ബിയർ, വൈന്, അങ്ങനെയുള്ള സംഭവങ്ങൾ, ആൽക്കഹോളിക് ബെവറേജസ്, ബ്രെഡ് ബ്രൂവിങ് അല്ലെ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മൈക്രോ ഓർഗാനിസംസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിൻ്റെ സയൻറ്റിഫിക് ബേസിസ് അറിയില്ലെങ്കിൽ പോലും ഇപ്പോൾ പാല് തൈരാക്കി മാറ്റുക അല്ലേ, വി ഹാവ് ബീൻ ഫോളോയിങ് ഫോർ എ വെരി ലോങ് പീരിയഡ്. പക്ഷേ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് അറിയില്ലെങ്കിൽ പോലും വി വേർ യൂട്ടിലൈസിങ് ദ മൈക്രോ ഓർഗാനിസംസ് ഓർ മാനിപ്പുലേറ്റഡ് മൈക്രോ ഓർഗാനിസംസ് അല്ല, നാച്ചുറൽ മൈക്രോ ഓർഗാനിസംസ്, ആൻഡ് വി പ്രൊഡ്യൂസ്ഡ് ദി പ്രോഡക്ട്സ് ദാറ്റ് ആർ യൂസ്ഫുൾ ടു അസ്. ഇത് പിന്നീടാണ് ഇത് ലാർജ് സ്കെയിലിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് കണ്ടിട്ട് ഇത് ശരിക്കും ഒരു ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി എന്നുള്ള ആ ഒരു രൂപത്തിലേക്ക് പിന്നീടാണ് വന്നത്. പക്ഷെ നമുക്കറിയാം വേൾഡ് വാർ സെക്കൻഡിൻ്റെ ടൈമിലൊക്കെ ലാർജ് സ്കെയിലിൽ പെൻസിലിൻ ഉണ്ടാക്കിയിരുന്നു അല്ലെ, ഒരുപാട് ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാൻ ഈ ഒരു ആൻറ്റിബയോട്ടിക് സഹായിച്ചിട്ടുണ്ട്. സോ ഇതെല്ലാം നമ്മൾ ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജീൻ്റെ
ഒരു ആപ്ലിക്കേഷനാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഈ RDNA ടെക്നോളജി ഉപയോഗിച്ചിട്ട് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഇത് ഉപയോഗിച്ചിട്ട് യു ക്യാൻ ക്രിയേറ്റ് വണ്ടേഴ്സ് അല്ലേ. നമുക്ക് ആവശ്യമുള്ള ഏത് പ്രോഡക്റ്റ് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സോ ദിസ് ഈസ് എ മോസ്റ്റ് പ്രിഫേർഡ് ഓർഗാനിസം നൗഎഡേയ്സ് ഇൻ ദി ഫീൽഡ് ഓഫ് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി. അപ്പോൾ നമ്മൾ വാട്ട് ഈസ് എ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി നോക്കിക്കഴിഞ്ഞാൽ here we are combining the substrate or the raw materials with the specific microbial strain. Our selection വളരെ important ആണ്. Okay, so we are combining it with the specific microbial strain. Then you have to incubate it in a proper environmental condition. അവർക്ക് conducive ആയിട്ടുള്ള environment നമ്മൾ provide ചെയ്യുന്നു. അപ്പോൾ എന്ത് നടക്കും? Microbial metabolism occurs, yielding the product that are useful for us. ശരിക്കും ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഫെർമെൻറ്റേഷൻ ആണ്, മൈക്രോബിയൽ ഫെർമെൻറ്റേഷൻ. സോ എനർജി yielding അനൈറോബിക് ഓക്സിഡേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഫെർമെൻറ്റേഷൻ, അനൈറോബിക് ഓക്സിഡേഷൻ യൂസിങ് സർട്ടൻ എൻസൈംസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്കും നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് ഡിസൈഡ് ആയിട്ടുള്ള അളവിൽ കിട്ടണമെങ്കിൽ യു ഹാവ് ടു ഒപ്റ്റിമൈസ് ദ കണ്ടീഷൻ. ആ മൈക്രോ ഓർഗാനിസം ഏറ്റവും എന്താ പറയുക, അതിൻ്റെ ആ ഒരു മോസ്റ്റ് ഒപ്റ്റിമൽ കണ്ടീഷനിൽ ആയെങ്കിൽ മാത്രമേ നമ്മൾക്ക് വേണ്ട ഡിസയേർഡ് പ്രോഡക്റ്റ് ഡിസയേർഡ് ക്വാണ്ടിറ്റിയിൽ ഡിസയേർഡ് ക്വാളിറ്റിയിൽ നമ്മൾക്ക് കിട്ടുള്ളൂ. Okay, so that process, the underlying, it is called as a fermentation. Okay, so you have to inoculate the right strain of the microorganism in the right substrate, and you have to maintain the right environment. Then we will get the microbial product or the desired product with higher quality. Now, why we are preferring microbial organism? ഇപ്പോൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മെഷീൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് സിന്തസൈസ് ചെയ്യാനോ അല്ലേ. ബട്ട് വൈ വി ആർ പ്രിഫറിങ് ദി മൈക്രോ ഓർഗാനിസംസ്? വൈ വി ആർ ടേക്കിംഗ് ദീസ് മൈക്രോ ഓർഗാനിസംസ് ആസ് ദി ഐഡിയൽ ഓർഗാനിസം? അത് നമ്മൾ മൈക്രോബിയൽ ഓർഗാനിസത്തിൻ്റെ ഡൈവേഴ്സിറ്റി പോലെ തന്നെയാണ് ഒരു മൈക്രോബിയൽ സെല്ലിലുള്ള enzymatic diversity എന്ന് പറയും. Okay, so there is a wide variety of enzymes present in the microbial cells so that any substances can be converted into its consecutive products when we are providing the optimum natural conditions. അപ്പോൾ ഈ ഒരു the variety of enzymes, diversity of enzymes that are present in this unicellular organism. Okay, then the smaller size, അപ്പോൾ it will be easy to manipulate അല്ലേ. വളരെ ചെറിയ സ്ഥലത്ത് നമുക്ക് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഓർഗാനിസംസിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സോ ഇറ്റ് ഇസ് ഈസി ടു മാനിപ്പുലേറ്റ് ആൻഡ് ദർ ഇസ് എ ഹൈ റേറ്റ് ഓഫ് ഗ്രോത്ത് ആൻഡ് മെറ്റബോളിക് പ്രോസസ് ഇൻസൈഡ് ദി സെൽ, and due to their smaller size they are very easy to handle. So that makes them the most preferable organism for the industrial microbiology. So large scale production of the products. Now, അപ്പോൾ നമ്മൾ പറഞ്ഞു the basic underlying principle എന്ന് പറയുന്നത് the anaerobic oxidation ആണ്. That is called as the fermentation. Okay, so industrial microbiology actually the end product is formed through the microbial fermentation of the raw materials. Okay, so here the chemicals are being transformed into the product by means of the microbial metabolism. So since it is taking place in the absence of oxygen, അതുകൊണ്ടാണ് നമ്മളിതിനെ അനൈറോബിക് ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഫെർമെൻറ്റേഷൻ എന്ന് വിളിക്കുന്നത്. Okay, so there are several basic requirements for the industrial fermentation. അതിലൊന്നാണ് inoculation. Okay, inoculation means we are introducing the dense culture of the selected strain of the microbial organism. പിന്നെ നമുക്ക് വേണ്ടത് മീഡിയ ആണ്. അതൊക്കെ മീഡിയ, കൾച്ചർ മീഡിയ that is containing all the raw materials plus the nutrients, the essential nutrients that are required for the growth and flourishment of the microorganism.
and the last requirement is a mechanism എന്തിനു വേണ്ടിയിട്ട് for the product recovery, for product removal and retrieval, അതിനു വേണ്ടിയിട്ടുള്ള pure formula retrieve ചെയ്തെടുക്കാനുള്ള mechanism. Okay, so these are the basic requirements of the industrial fermentation using the microbial organism. അപ്പോൾ ഈ ഒരു microbial fermentation, they are done in certain specially designed containers. ഇതിനെയാണ് fermenters അല്ലെങ്കിൽ they are also called as bioreactors. Okay, so this is a container specially designed wherein this microbial fermentation will take place, producing the desired product. മിക്കവാറും ഇപ്പോൾ പുതിയതായിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ they are having an online control system, and this control system monitors the whole process. അതായത് സ്പെസിഫിക് ഒപ്റ്റിമം കണ്ടീഷൻ വേണം നമ്മൾ പറഞ്ഞല്ലേ, ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും, പ്രഷർ, pH, the amount of nutrients, the amount of even the microbial organisms, ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ there are online control system. ഇനി ഈ ഒരു കൾച്ചറിങ് എന്ന് പറയുന്നത് ദിസ് മേ ബി എ ബാച്ച് ടൈപ്പ് കൾച്ചർ ഓർ എ കണ്ടിന്യൂസ് കൾച്ചർ. ബാച്ച് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് there is a fixed quantity of the ingredients that are being added to the fermentation vessel. Then for a fixed period fermentation നടക്കും, അത് കഴിഞ്ഞിട്ട് the product can be harvested. But in the case of the continuous culture, ഇവിടെ എന്താണ് ആ പേര് സൂചിപ്പിക്കുന്ന മാതിരി തന്നെ continuously you are supplying the sterilized media and the culture so that the harvesting is also done continuously. Okay, sustenance of the culture will be there and continuous production of the product is obtained. മിക്കവാറും ഈ മൈക്രോബിയൽ പ്രോഡക്ട്സ് നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള മൈക്രോബിയൽ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് മെജോറിറ്റി ഓഫ് ദെം they are the secondary metabolites that which are produced from the primary metabolites of the microorganism. So all the process it occurs in two stages, and the first stage എന്ന് പറയുന്നത് trophophase ആണ്. So in this trophophase there is abundant supply of the nutrients. Nutrient supply abundant ആണ്. So here the organism will grow rapidly. So at the end of the trophophase, a large amount of primary metabolites will be produced, and these are very essential for the growth of the organism. Okay. So this phase it is followed by the second phase called as the idiophase. So in this idiophase, the nutrient supply will be exhausted, almost exhausted, so that the growth will be stopped, and here now the microbes they are starting to produce secondary metabolites from the primary metabolites, and these may not be used or useful for the growth of the microbial organisms. So that is the fermentation that occurs in the trophophase. Trophophase എന്ന് പറയുമ്പോൾ ഇവിടെ flourishment of the colony ആണ്, enlargement of the colony and formation of primary metabolites. ഇഡിയോഫേസിലാണ് എന്താണ് ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യുന്നു. Utilizing the primary metabolites, the secondary metabolites are synthesized, and ഈ secondary metabolites ആണ് നമ്മൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്. Okay, so next we can see about some of the examples wherein we are using the industrial products that are being produced as a result of the microbial fermentation. Okay, so many examples we have to see. അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് which are the microorganisms involved, what type of media is used, what is the optimal condition for the synthesis of the product, and what are the process through which this fermentation occurs, and what are the uses of these industrial products. Okay, അപ്പോൾ അത് കുറച്ചധികം ഉണ്ട്. അപ്പോൾ അതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്.